ഇടുക്കി ജില്ലയിലെ ആദ്യഘട്ട കൊട്ടിക്കലാശം ഇന്നലെ കഴിഞ്ഞു എന്ന് പറയേണ്ടിയിരിക്കുന്നു. കട്ടപ്പനയിൽ ഇന്നലെ ഒരുവിധം കൊട്ടിക്കലാശം ഒക്കെ പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ഞാനുള്ളത് ഇടുക്കി ജില്ലയിലെ വെങ്ങല്ലൂർ, അതായത് തൊടുപുഴ നഗരസഭയിലെ വെങ്ങല്ലൂർ എന്ന സ്ഥലത്താണ്. ഇവിടുത്തെ 2ാം വാർഡിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ഷിംനാസിന്റെയും പ്രവർത്തകരുടെയും കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. എനിക്ക് പുറകിലായിട്ട് ആവേശം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതായത് കൊട്ടിക്കലാശം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഏറ്റവും അവസാന ഘട്ടമാണ്. അതിനാൽ തന്നെ ഒരു തരത്തിലും ആവേശത്തിന് കുറവില്ലാകില്ല എന്നത് അന്നൊരു ഉറപ്പുണ്ട്. ആ ഉറപ്പ് തന്നെ നമുക്ക് ഇവിടുന്ന് ലഭിക്കുന്നുണ്ട്. കാരണം വലിയൊരു ആവേശം തന്നെ, അല്ലെങ്കിൽ വലിയ പ്രവർത്തകരുടെ ഒരു നിര തന്നെ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നു എന്നുണ്ട്. സ്ഥാനാർത്ഥിയെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് അതിന് പിന്നിലായി നൂറുകണക്കിന് പ്രവർത്തകർ സഞ്ചരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ കൂടെ സ്ഥാനാർത്ഥി ഷിംനാസ് കൂടി ചേരുന്നുണ്ട്. വലിയ ആവേശം തന്നെയാണ്. നിശ്ചയമായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾ വൻപിച്ച ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു, അതായത് തെരഞ്ഞെടുപ്പിന്റെ ഈ ദിവസങ്ങളൊക്കെ ജനങ്ങളിൽ നിന്ന് ലഭിച്ച സ്വീകാര്യത ഒക്കെ എങ്ങനെയായിരുന്നു? 100% ജനങ്ങൾ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലം ഈ നാടിന് ജനപ്രതിനിധിയായിരുന്നു. ഞാൻ ചെയ്ത വികസന കാര്യങ്ങളും LDF സർക്കാരിന്റെ വികസന കാര്യങ്ങളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതിപതി വ്യത്യാസമില്ലാതെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യമായി ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. എല്ലാ ജനങ്ങളും എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. സുരക്ഷിതമായിട്ടും വൻപിച്ച ഭൂരിപക്ഷത്തിൽ, ചരിത്ര ഭൂരിപക്ഷം ഈ നാട്ടിലെ ജനങ്ങൾ എനിക്ക് തരും. ഏറ്റവും അവസാന മണിക്കൂറാണ്. ഈ അവസാന മണിക്കൂറിൽ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത്? ഈ നാട്ടിലെ ഒരു മകനായി, ഒരു സഹോദരനായി, കൂടപ്പിറപ്പായി ഈ നാട്ടിലെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഒരു ഫോൺ വിളിച്ചാൽ ഞങ്ങളുണ്ട് ഇവിടെ. അജിംഷാദ്, ഇത്തരത്തിൽ വലിയ ആവേശം തന്നെ നമുക്ക് പ്രവർത്തകരിലേക്ക് അടക്കം പോകേണ്ടിയിരിക്കുന്നു. എങ്ങനെയുണ്ട് ആവേശം? ഞങ്ങളുടെ ചങ്കാണ് ഷിംനാസ്. ജയിച്ചിരിക്കും, 100% ജയിച്ചിരിക്കും. നിങ്ങൾ ജയിപ്പിച്ചിരിക്കും. ജയിപ്പിക്കും, തകർക്കും. ഞങ്ങൾ എണ്ണപ്പാട് തകർത്തിരിക്കും. ചേട്ടാ, എങ്ങനെയുണ്ട് ആവേശം? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളക്കരയാകെ ഒന്നാകെ അണിനിരന്നിരിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിജയത്തിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഈ തൊടുപുഴ മുനിസിപ്പാലിറ്റിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് ഞങ്ങൾ. അതിന്റെ പ്രവർത്തനങ്ങളാണ് ഈ കാണുന്നത്. നിങ്ങൾ ഈ കേരളക്കരയാകെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തരംഗമാണ്. പിണറായി വിജയൻ സർക്കാരിന് വേണ്ടി അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ കേരളക്കര മുന്നാകെ ഈ ചുവന്ന കൊടിയുടെ കീഴിൽ പാവപ്പെട്ടവരെന്നില്ല, പണക്കാരനെന്നില്ല, നാനാ വിഭാഗം ജനങ്ങളും ഈ പിണറായി വിജയൻ സർക്കാരിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ ചുവന്ന കൊടിയുടെ കീഴിൽ തീർച്ചയായും വലിയ ആവേശത്തോടെ പാലിക്കും. 2ാം വർഷം കൂടി പാലിക്കും. ഞങ്ങള് ചങ്കൊടുത്ത് പാലിക്കും. അജിംഷാദ്, ഒരു ആവേശത്തിന് ഒരു കുറവുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം നൂറുകണക്കിന് പ്രവർത്തകരാണ് നിലവിലിപ്പോൾ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷിംനാസിന് പുറകെ ഈ റോഡ് ഷോയുടെ ഭാഗമായി കൊണ്ടിരിക്കുന്നത്. നമ്മളിപ്പോൾ അവരുടെ വാക്കുകളിൽ നിന്ന് തന്നെ ആ ഒരു ആവേശവും അല്ലെങ്കിൽ അവരുടെ ആത്മവിശ്വാസവും തീർച്ചയായും ആവേശം അലതല്ലുകയാണ്. അങ്ങനെ മലയോര ജനതയുടെ ആവേശം, പ്രത്യേകിച്ച് പട്ടയമടക്കം വലിയ പ്രശ്നങ്ങൾ അവരുടേത് പരിഹരിച്ച ഇടതുപക്ഷ സർക്കാർ, പിണറായി വിജയൻ സർക്കാർ, ആ സർക്കാരിനോടുള്ള അവരുടെ നന്ദി പ്രകടനം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത്. അതവർ പറയുന്നുണ്ട്. അതാണ് അവർ കൈവക്കുന്ന ചങ്കിൽ തൊട്ടുള്ള ചുവപ്പിൻ്റെ ആവേശമാണ് തങ്ങൾക്കെന്ന് പറയുന്നത്. പിണറായി സർക്കാരിനോടുള്ള ഐക്യദാർഢ്യം കൂടിയാണ് എന്നവർ ഓരോരുത്തരായി പറയുന്നു. അതിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അത്തരത്തിലൊരു വലിയ തരംഗം ഇടുക്കിയിലുണ്ട് എന്നും അവർ ആവേശത്തോടു കൂടി പങ്കുവെക്കുകയാണ്.